നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. പൊന്നുഷസിന്റെ ശോഭയോടെ കുസൃതിക്കാറ്റിന്റെ നന്മത്തോടെ നമുക്ക് മുൻപിലെത്തുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നർമ്മം കലർന്ന അനുഭവ പാഠങ്ങളുമായി കുസൃതിക്കൂട്ടന്മാർ നമ്മെ കാത്തിരിക്കുകയാണ്. പോയാൽ അവരുടെ അടുത്തേക്ക് കാട്ടിലെ കൂട്ടുകാർ. മോട്ടോ, ഈ കത്തുകൾക്കൊക്കെ മറുപടി കൊടുക്കണ്ടേ? വേണം, പക്ഷേ പണം കണ്ടെത്താതെ എങ്ങനെയാ? അതാണ് കാര്യം. നമ്മുടെ കയ്യിലുള്ള പണം മൊത്തം കൊടുത്തു തീർന്നില്ലേ? ഈ കത്തിലൊക്കെ വളരെ ഗുരുതരമായ രോഗമുള്ളവരുടെ വിവരങ്ങളാണ്. നമ്മുടെ സ്നേഹസ്പർശം എന്ന സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോഴാട്ടോ. പറഞ്ഞത് ശരിയാണ്. കരുണയുള്ളവരുടെ സഹായം കൊണ്ട് എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ ഇതുവരെ പറ്റി. ഈ കാലത്ത് ഇങ്ങനെയുള്ള ആളുകള് വളരെ കുറവാ. പറഞ്ഞത് ശരിയാ. എന്നാലും നമ്മൾ അത്യാവശ്യതല്ല പ്രവർത്തനം നടത്തിയതല്ലേ? സംഗതി നേരാണ്. പക്ഷെ ഈ കുറച്ച് മാസമായിട്ട് ആകെ ടൈറ്റിലാ. നമ്മളിൽ നിന്നും പലതും പ്രതീക്ഷിച്ചുകൊണ്ടാ ഈ കത്തുകള് സ്നേഹസ്പർശത്തിന് അയക്കുന്നത്. പറഞ്ഞത് ശരിയാ. നമ്മൾ മുന്നോട്ട് എങ്ങനെ സാമ്പത്തികം കണ്ടെത്തും, അതിനെ കുറിച്ചാണ് നമുക്കൊരു ധാരണ ഉണ്ടാക്കേണ്ടത്. തീർച്ചയായും, അല്ലെങ്കിൽ അനേകം ജീവനുകൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതെ, നമുക്ക് വല്ല പ്രോഗ്രാമും സംഘടിപ്പിച്ച് പണം കണ്ടെത്തിയാലോ? അതൊന്നും പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല. എങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു പറ. എന്തെങ്കിലും വഴി കണ്ടെത്തണം. നമുക്ക് അടുത്ത ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചാലോ? പറഞ്ഞത് ശരിയാ. എല്ലാവരുടെയും അഭിപ്രായം അറിയാമല്ലോ. തീർച്ചയായും പപ്പീസിനെയും കോവറിനെയും പീലിയെയും എല്ലാവരെയും വിളിക്കണം. പപ്പീസിനൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമാണ്. എങ്കിൽ നാളെ തന്നെ വിളിക്കാം. ഈ കത്തിലുള്ളവരുടെ പേരും സാമ്പത്തികവും നമുക്കൊന്ന് ലിസ്റ്റ് എഴുതി വെക്കുകയും ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ കാരുണ്യം പ്രതീക്ഷിച്ച് അനേകം ജീവനുകളുണ്ടെന്നത്. അത് പിന്നെ പറയാനുണ്ടോ? അതിന്റെ തെളിവാണല്ലോ ഈ കത്തുകൾ. അതെ അതെ, കാണുന്നവരോട് പരസ്പരം നമുക്ക് പറഞ്ഞാൽ മതി. അത് ശരിയാ. ഓക്കെ ഓക്കെ, എങ്കിലേ നമുക്ക് നാളെ കാണാം. പപ്പീസിനോടും പീലിയോടും കപില് പറയണം. അപ്പോ ശരി, എല്ലാം പറഞ്ഞതുപോലെ ലിസ്റ്റ് ചെയ്ത് മറക്കണ്ടോ? നിങ്ങളിങ്ങനെ പരസ്പരം നോക്കി ഇരുന്നത് കൊണ്ട് എന്താ കാര്യം? നമ്മൾ പണം കണ്ടെത്താൻ എന്താ ചെയ്യേ? അതൊക്കെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. കാരുണ്യ പ്രവർത്തനത്തിന് ആരും പണം തരും, പക്ഷേ നമുക്ക് സ്ഥിരമായി തരുന്ന ആളുകളെ തന്നെ കാണാം. ഇവിടെ കുറെ പൂത്ത കാശുകാരുണ്ട്. 10ന്റെ കാശ് തരില്ല. നമുക്ക് അവരുടെ ലിസ്റ്റ് എടുത്താലോ? എന്തിന്? ഒന്ന് പോയി ചോദിക്കാം. അസുഖമുള്ളവരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? പറഞ്ഞതാ ശരി. അല്ല, പപ്പീസ് എന്തൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ പൂത്ത കാശുകാരുടെ ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല പപ്പീസേ. നമുക്കൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നേ. അങ്ങനെയാണെങ്കിൽ പപ്പീസ് പറഞ്ഞ പോലെ ചെയ്യാന്നേ. നമ്മള് എത്ര പ്രാവശ്യം നാണം കെട്ട് ഇറങ്ങി പോന്നതാ.
എല്ലാവരുടെയും മനസ്സ് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പപ്പീസ് പറഞ്ഞാല് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആയിക്കോട്ടെ. എന്റെ ഈശ്വര, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും നൽകണമേ. ദേ, നമ്മൾ ശ്രമിക്കുക. ആ ശ്രമം നടന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം നമുക്ക് ആലോചിക്കാമല്ലോ. അതാണ് കാര്യം. എങ്കിലേ നമുക്ക് അടുത്ത ദിവസം തന്നെ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാന്ന്. എത്രയും പെട്ടെന്ന് വേണം, കാരണം അസുഖം വളരെ കൂടിയ ആളുകളുണ്ട്. എങ്കിൽ സമയം കളയണ്ട, വേഗം തന്നെ ലിസ്റ്റ് തയ്യാറാക്കിക്കോ. എന്താ ഒരു അഹങ്കാരം! പണം തലക്ക് വെച്ച് കിടക്കുക, എന്നിട്ടും പണത്തിനോടുള്ള കൊതി തീർന്നിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് 5ന്റെ പൈസ കിട്ടില്ല. അതെ, അയാളുടെ അടുത്ത് പണമുണ്ട്, അത് നമുക്ക് തന്നില്ല, അതല്ലേ സത്യം. ഈ പപ്പീസ് എന്തായി പറയുന്നത്? ദേ, 1 രൂപ പോലും തരാത്ത, മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാത്തവന്റെ പണം നമുക്ക് വേണ്ട, അത്ര തന്നെ. ഓ, ആ ജിമ്പൻ ചേട്ടൻ ഇന്ന് പണം കൊടുക്കാമെന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞതാ, അത് ഓർക്കുന്നുണ്ടോ? പണം കിട്ടിയില്ല, അത്ര തന്നെ. ഈ പപ്പീസ് എന്തൊക്കെയായി പറയുന്നത്? അതെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദേ, ജിമ്പൻ ചേട്ടന് കൊടുക്കാനുള്ള പണം ഏതെങ്കിലും വഴിയെ കിട്ടുമെന്നേ. പപ്പീസ്, നിനക്കെന്താ ഭ്രാന്തായോ? അതേ, ഭ്രാന്തായോ? ദേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങ്, പണം ഞാൻ വാങ്ങിത്തരാം. എങ്ങനെ? അതൊന്നും നിങ്ങൾ അറിയണ്ട, പണം കിട്ടിയാ പോരെ. അത് മതി. ഫോൺ നമ്പർ നമ്മുടെ ഓഫീസിലുണ്ട്. ആ, എങ്കിൽ ജിമ്പൻ ചേട്ടനുള്ള പണം നമുക്ക് നാളെ കൊടുക്കാം. ഓക്കേ. ഈശ്വര, കാത്ത് രക്ഷിക്കണേ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. ആ പൂത്ത കാശുകാരന്റെ മനസ്സിന് മാറ്റം ഉണ്ടാവണേ. ഹലോ, ദിസ് ഈസ് ഫ്രം ഇൻകം ടാക്സ് ഓഫീസ്. നിങ്ങൾ നാളെ തന്നെ ഇൻകം ടാക്സ് ഓഫീസിൽ എത്തണം. ഡോണ്ട് ടോക്ക് മോർ. കണക്കിൽ കവിഞ്ഞ സ്വത്ത് കൈവശമുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കൈക്കൂലിയോ? എനിക്കോ? ഒരു കാര്യം ചെയ്യേ, സ്നേഹസ്പർശം എന്നൊരു സ്ഥാപനമുണ്ട്. 1 lakh, 1 ലക്ഷം രൂപ അവിടെ എത്തിക്ക്. ഒരു കടലാസിൽ പൊതിഞ്ഞ് അവിടെ വരാന്തയുടെ തൂണിൽ വെച്ചാൽ മതി. ഓക്കെ? എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ പിന്നെ നിങ്ങളുടെ മുഴുവൻ സ്വത്തും നഷ്ടപ്പെടും. പറഞ്ഞേക്കാം. ഓക്കെ? ഇന്ന് തന്നെ എത്തിക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. എന്റെ ഈശ്വര, ക്ഷമിക്കണേ, ഒരു ചെറിയ തെറ്റ്. എന്റെ അമ്മോ, ഇതെന്താ? അമ്മേ, ഓ, ഇതെന്താ ഇത്? ഇതിപ്പോ എവിടുന്ന ഇത്രയും കാശോ? ഇതാരാ കൊണ്ടുവച്ചേ? എന്തൊരു മറിമായമ! കടലാസ് പൊതിയിൽ പണം, അത് കൊടുക്കേണ്ട ജിമ്പൻ ചേട്ടന്റെ പേര് ലിസ്റ്റിൽ നിന്നും വെട്ടിയിരിക്കുന്നു. അതെയോ? കഥ. ഇനി കിടിലൻ ചേട്ടൻ 2 ലക്ഷം രൂപ. സത്യം പറ പപ്പീസെ, എന്താ ഉണ്ടായത്? എന്റെ മോട്ടു ഏതെങ്കിലും പൂത്ത കാശുകാരൻ മാനസാന്തരം വന്ന് പണം കൊണ്ടുവച്ചതായിരിക്കും. അതൊക്കെ വിശ്വസിക്കാം, പക്ഷെ ഈ പേര് വിട്ടിയത് ആരാണെന്ന്? അതാരാ? അത് പിന്നെ ആ പണം കൊണ്ടുവച്ച ആള് തന്നെയായിരിക്കും. ഇതിലെന്തോ കളിയുണ്ട്. സത്യം പറ പപ്പീസേ. ദേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ജിമ്പൻ ചേട്ടന് പണം എത്തിക്കാൻ നോക്ക്. ഓ, എന്നാ പിന്നെ ഇത് ജിമ്പൻ ചേട്ടന് കൊണ്ടുപോയി കിടക്കാം. ഒരാളുടെ കാര്യത്തിനെങ്കിലും തീരുമാനമായല്ലോ. ആരായിരിക്കും? അങ്ങനെ ഒരാളെ ചികിത്സിക്കാനുള്ള കാശ് കൂടി കിട്ടി. പാവം, പണം ആരും അറിയാത്ത സ്ഥലത്ത് നിക്ഷേപിക്കാന്ന് പറഞ്ഞപ്പോ കൂടുതൽ തുക തന്നു. എന്തായാലും നേരവണ്ണമുണ്ടാക്കിയ കാശായിരിക്കില്ല. ആണെങ്കിൽ ഒരു പരിചയമില്ലാത്ത എൻ്റെ കയ്യിൽ കൂടുതൽ പലിശ കിട്ടാൻ പണം തരില്ലല്ലോ. ഒക്കെ സ്പർശത്തിൽ കൊടുക്കണം. ഒത്തിരി പേർക്ക് ചികിത്സയ്ക്ക് ഒരു സഹായവും ആവും. എന്റെ ഗംഭീരെ, നമ്മുടെ പപ്പീസ് എന്തോ വലിയൊരു തെറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയധികം പണം ഒറ്റയ്ക്ക് സംഘടിപ്പിക്കണമെങ്കിൽ എന്തോ ഒരു വലിയ തെറ്റ് പപ്പീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഇനി പപ്പീസ് കൊണ്ടുവരുന്ന പണം നമ്മൾ എടുക്കരുത്. നമുക്ക് വമ്പൻ സാറിന് വിവരം അറിയിച്ചാലോ? എന്നാലും നമുക്കൊരു നല്ല സഹായമായിരുന്നു പപ്പീസ്. പക്ഷെ അത് ഏത് വിധത്തിലാണെന്ന് അറിയാണ്ട് ഇപ്പൊ എങ്ങനെയാ? അതെ അതെ, അർഹതയില്ലാതെ ഒരാളുടെ പണവും നമുക്ക് വേണ്ട. അത് ചെയ്യുന്നത് തെറ്റാ. മോട്ട് പറഞ്ഞത് അതിന്റെ ഒരു ശരി. എന്തായാലും പണത്തിനോടും കണ്ടെത്തണമെങ്കിൽ വമ്പൻ സാറോട് കാര്യം പറയന്നെ. എന്നാ പിന്നെ നേരം കളയണ്ട, വമ്പൻ സാറിന്റെ അടുത്തേക്ക് തന്നെ പോയേക്കാം. വമ്പൻ സാറേ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തട്ടിപ്പിന്റെ ഒരു പരമ്പര തന്നെയായിരുന്നു ഈ കാട്ടിൽ. ഓഹോ,
ബ്ലാക്ക് മെയിലിങ്, ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിങ്, അങ്ങനെ പലതും. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ പപ്പീസാ. സാറേ, ഞാൻ മറ്റാരെങ്കിലും കൂട്ടിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. പണം എന്ത് ചെയ്തു എന്ന് മാത്രം പറയുന്നില്ല. മാത്രമല്ല, പണം നഷ്ടപ്പെട്ടവർ നേരായ പണം ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് കംപ്ലൈന്റും ഇല്ല. അതാ പ്രശ്നം. അപ്പോ പണം നഷ്ടപ്പെട്ടാലും വലിയ പ്രശ്നമില്ലെന്നർത്ഥം. അത് പിന്നെ അങ്ങനെയല്ല സാർ. എന്നാലും സാറേ, പണം ഈ പപ്പീസിന്റെ കൈകളിലൂടെ തന്നെയാ നീങ്ങിയത്. പക്ഷേ അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനായിരുന്നു. തെറ്റ് ചെയ്തത് എന്തിനായാലും ശരി ശിക്ഷിക്കപ്പെടണം. അത് വേണം സാർ, തീർച്ചയായും വേണം. പപ്പീസ് പിടിക്കപ്പെടുന്ന ഉറപ്പായപ്പോൾ എന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തെറ്റ് ചെയ്തത് പപ്പീസിന് ഉത്തമ ബോധ്യമുണ്ട്. അതെ, ആ തെറ്റ് പപ്പീസ് തിരുത്താനും തയ്യാറാണ്. അതല്ല, എന്നാലും സാർ. സാറേ, ഈ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പപ്പീസ് തയ്യാറായാൽ സാറ് എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ കേസിൽ നിന്നും പപ്പീസിനെ ഒഴിവാക്കണം. ഇനി ഒരിക്കലും പപ്പീസ് ഇത്തരം തെറ്റ് ആവർത്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ സാർ. മാനസാന്തരപ്പെട്ട് നന്മയുടെ പാതയിൽ വരുമ്പോൾ നമ്മൾ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കണം. ഓക്കെ സാർ. എങ്കിൽ നല്ലൊരു സമൂഹം നമുക്ക് മുമ്പിൽ വാർക്കപ്പെടും. ശരിയാണ് സാർ. കേട്ടല്ലോ പപ്പീസ്? താങ്ക് യു സാർ. ആ മക്കളെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മെ സഹായിച്ച ആ അദൃശ്യ കരങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ദൃശ്യകരങ്ങള് പിന്നെ അല്ല സാറേ, ഈ പണമൊക്കെ എവിടുന്നാ കിട്ടിയത്? എന്താ ഈ പപ്പീസിന്റെ പങ്ക്? അതെ സാറേ, എല്ലാം അവസാനിപ്പിച്ചതാ. ഓ, അതിനെ കുറിച്ച് ഇനി ചർച്ച വേണ്ട. നിങ്ങളുടെ പുതിയ ലിസ്റ്റിൽ പുതിയ കുറെ ആളുകൾക്ക് സഹായം എത്തിക്കേണ്ടതുണ്ട്. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ശരിയാ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും സത്യസന്ധമായിരിക്കണം, നേർവഴിക്കായിരിക്കണം. എങ്കിലേ ദൈവസന്നിധിയിൽ നമ്മുടെ പേര് എഴുതി ചേർക്കപ്പെടൂ. ലക്ഷ്യം നന്നാകണമെങ്കിൽ മാർഗവും നന്നായിരിക്കണം. മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ഈശ്വരന്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അനുഭവങ്ങളുടെ ലോകത്തു നിന്നും ഇനി ടിങ്കുവിന്റെ അടുത്തേക്ക് പോകാം. വചനവിത്തുകൾ പാകി നമ്മുടെ ചിന്തകൾക്ക് പുതുജീവൻ പകരുന്ന ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഓക്കെ ടിങ്കു, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങളൊക്കെ? അതെന്ത് തീരുമാനം നീ എടുത്തത്? പറ കേക്കട്ടെ. ഇല്ല ഇല്ല, കളിയാക്കുന്ന എന്തിനാ? എന്താ നിന്റെ തീരുമാനം? അരമണിക്കൂർ. ഓ, അത് ശരി, അതാണോ നിന്റെ പുതിയ തീരുമാനം? ടിങ്കു അരമണിക്കൂർ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ദിനവും പ്രാർത്ഥിക്കണം. അത് ഇത്ര സമയം എന്നല്ല, എപ്പോഴും പ്രാർത്ഥിപ്പിനെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു തീരുമാനമാണ് ടിങ്കു എടുത്തത്. ഓക്കെ, എന്തുകൊണ്ടാണ് ടിങ്കു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ദൈവം സർവശക്തനായതുകൊണ്ടാണോ? ഓ, അത് ശരി. ഓക്കെ, ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നാം അറിയണ്ടേ? ഓക്കെ, ടിങ്കുവിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ദൈവത്തെക്കുറിച്ച്? സർവശക്തനാണെന്ന് ടിങ്കുവിന് അറിയാം അല്ലേ? പിന്നെയോ? ഓ, സർവവ്യാപിയാണ്, ദൈവം എല്ലായിടത്തും ഉണ്ട്. പിന്നെയോ? സർവജ്ഞാനിയാണ്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം മനുഷ്യർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ദൈവം സർവശക്തനാണെന്നും സർവവ്യാപിയാണെന്നും സർവജ്ഞാനിയാണെന്നും എല്ലാ ആളുകൾക്കും അറിയാം. ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ അങ്കിൾ പറഞ്ഞു തരാം. ഈ ദൈവം സൃഷ്ടാവായിരിക്കുന്ന ദൈവമാണ്. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ലോകത്തിലെ എല്ലാവരെയും എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് അതിൽ? അങ്കിളുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഓക്കെ, ഈ ദൈവം സൃഷ്ടാവ് മാത്രമല്ല, ഈ ദൈവം സ്നേഹവാനായ ദൈവം കൂടിയാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്
ഈ ദൈവം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ചെറുതും വലുതുമായ പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരും സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരും പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇരുട്ടില്ല. ദൈവം വെളിച്ചമായതുകൊണ്ട് ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല. ഇരുട്ട് ആരുടെ പ്രവൃത്തിയാണെന്നറിയാമോ? ചില കൂട്ടുകാരുണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇരുട്ട് തിന്മയെ കാണിക്കുന്നതാണ്. മാത്രമല്ല അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. നാം വെളിച്ചത്തിലുള്ളവരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിനെ എടുത്തു കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വെളിച്ചത്തെ എല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലേ? അങ്ങള് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരു സിസ്റ്ററിനെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ട്. ആ സിസ്റ്റർ ഒരു ഹോസ്റ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. പല സ്വഭാവത്തിലുള്ള കുട്ടികൾ, പല രീതിയിലുള്ള കുട്ടികൾ. അവരെയൊക്കെ നയിക്കുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. ഈ സിസ്റ്റർ ആ ജോലി ഏറ്റെടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റർക്ക് മനസ്സിലായി അവിടെ തീവ്രവാദികളായിരിക്കുന്ന നക്സലൈറ്റുകാരായിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഹോസ്റ്റലിൽ അവർക്ക് താമസിക്കുവാനായിട്ട് അനുവാദം കൊടുത്തിരുന്നില്ല. സിസ്റ്റർ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ അവരെ നോക്കിക്കൊള്ളാം. അങ്ങനെ സിസ്റ്ററുടെ താല്പര്യപ്രകാരം ഇങ്ങനെയുള്ള ആളുകളുടെ മക്കളെയും അവിടെ സ്വീകരിച്ചു. അതിൻ്റെ ഭാരവാഹികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അവർ പറഞ്ഞു പല വിഷയങ്ങളൊക്കെ ഉണ്ടാകും, ഗവൺമെൻറ് പരമായി പല കേസുകളിൽ പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വേണ്ട. എന്നാൽ സിസ്റ്റർ പറഞ്ഞു അത് കുഴപ്പമില്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്ററുടെ താല്പര്യപ്രകാരം ആ കുട്ടികളെ അവിടെ ഹോസ്റ്റലിൽ എടുത്തു. വലിയ ഉത്തരവാദിത്തമാണല്ലേ? ഓരോ ദിവസവും ഈ സിസ്റ്റർ അവിടെ വന്ന ഈ കുട്ടികളോട് സംസാരിക്കും, അവരുടെ കൂടെ സമയം ചെലവഴിക്കും, അവരുടെ വേദനകൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു പെൺകുട്ടിയെ ആ സിസ്റ്റർ പരിചയപ്പെട്ടു. ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പിതാവ് അവിടുത്തെ വലിയ ഒരു നക്സലൈറ്റുകാരനാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്തു തരില്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ സിസ്റ്ററിനോട് ആ പെൺകുട്ടി എന്നും വന്ന് പറയുമായിരുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ പിതാവ് ആ ഹോസ്റ്റലിൽ വന്നു. എന്തിനാ വന്നതെന്നറിയാമോ? വന്നത് ഈ സിസ്റ്ററിനെ കാണാൻ വേണ്ടിയാണ്. സിസ്റ്റർ പേടിച്ച് ഇദ്ദേഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ചിന്തയോടെ അതിൻ്റെ മുമ്പ് വശത്തേക്ക് ചെന്നു. ഈ സിസ്റ്ററിനെ കണ്ട പാടെ ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം സിസ്റ്ററുടെ കാൽക്കൽ വീണു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ മകൾക്ക് നിങ്ങൾ ഏറ്റവും നല്ല താങ്ങായി തീർന്നതിന് ഞാൻ നന്ദി പറയുന്നു. സിസ്റ്റർക്ക് എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചത്? അപ്പോൾ സിസ്റ്റർ ഇപ്രകാരത്തിൽ മറുപടി പറഞ്ഞു, യേശുവിൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കി, അവൻ്റെ വെളിച്ചം എന്നിലുള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരുവാൻ എനിക്ക് ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും യേശു കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം യേശുവിലുള്ളവർക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി തീരാനായിട്ട് സാധിക്കും. ആ സിസ്റ്റർക്ക് അവിടെയുള്ള ആളുകളുടെ മുമ്പാകെ നല്ല ഒരു വെളിച്ചമായി തീർന്നതുപോലെ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ നല്ല വെളിച്ചമായി യേശുവിന് വേണ്ടി ജീവിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, ബായ്. വാട്സാപ്പും മെയിലും വന്നതോടെ കത്തുകൾ കുറഞ്ഞു, അഭിപ്രായങ്ങൾ അറിയാതെയായി. പ്ലീസ് ജീസസ് കിഡ്സിലേക്ക് ഫോട്ടോ വെച്ച അഭിപ്രായങ്ങൾ എഴുതൂ, ഞങ്ങളിവിടെ കാണിക്കാമെന്നേ. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഓരോ ആഴ്ചയും പുതിയ അനുഭവങ്ങളും ചിന്തകളുമായി നമുക്ക് ഈ സമയം ഒത്തുകൂടാം. വീണ്ടും കാണുന്നത് വരെ ബൈ.